വിശുദ്ധ ഔസേ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് 8-ാം തീയതി. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. വിശുദ്ധ ഔസേപ്പ് തിരുക്കുടുംബത്തിൻ്റെ നാഥൻ. നരകുല രക്ഷകനാകാൻ ഈശോ മിശിഹ മനുഷ്യനായി അവതരിക്കുവാൻ തിരുമനസ്സായി. സാധാ ഒരു കുടുംബത്തിൽ നസ്രത്തിലെ വിശുദ്ധ ഔസേപ്പിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അരുമസുതനായി അവിടുന്ന് ഭൂജാതനായി. കുടുംബനാഥനായി ദൈവം തിരഞ്ഞെടുത്തത് വിശുദ്ധ ഔസേപ്പിനെയാണ്. അദ്ദേഹം ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ പരിശുദ്ധ കന്യകയെ ആത്മാർത്ഥമായും വളർത്തുകുമാരനായ ഈശോ മിശിഹായെ പിതൃതുല്യവും ജോസഫ് സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ കന്യകയുടെയും ഈശോ മിശിഹായുടെയും ജീവിത സുഖ സൗകര്യങ്ങളിൽ അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചിരുന്നല്ലോ. പരസ്പര സ്നേഹവും സഹകരണവും ആ കുടുംബത്തിൽ സന്തോഷം നിറച്ചു. പരസ്പര സേവനം അർപ്പിക്കുന്നതിൽ അവർ ഏറെ തൽപരരായിരുന്നല്ലോ. നസ്രത്തിലെ തിരുക്കുടുംബം ഭൂമിയിലെ ഒരു സ്വർഗമായിരുന്നു. ഓരോ കത്തോലിക്ക കുടുംബവും നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ പ്രതീകമായിരിക്കണം. ഭാര്യയും ഭർത്താവും മാതാപിതാക്കന്മാരും മക്കളും സഹോദരങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും സേവനത്തിലും കഴിയണം. ഈശോ മിശിഹ അവിടുത്തെ പരിത്രാണ കർമ്മമായ കാൽവരിയിലെ മഹായജ്ഞത്തിന് 3 മണിക്കൂറും പരസ്യ ജീവിതത്തിന് 3 വത്സരവും മാത്രം വിനിയോഗിച്ചപ്പോൾ അവിടുന്ന് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വിശുദ്ധ ഔസേപ്പിനും പരിശുദ്ധ കന്യകയ്ക്കും കീഴ്വഴങ്ങി 30 വത്സരം ജീവിച്ചു. അതിലൂടെ അവിടുന്ന് തൻ്റെ കുടുംബത്തിൻ്റെ പരിപാവനതയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കത്തോലിക്ക കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും കേന്ദ്രമായിരിക്കണം. അവിടെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കേണ്ടതാണ്. ക്രിസ്തീയമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിലനിൽക്കണം. അതിന് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കേണ്ടതാണ്. ഒരു മാതൃകാ ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ട ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവർ കുടുംബജീവിതം നയിക്കാൻ പാടുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം വിശുദ്ധീകരിക്കുവാനും കുട്ടികളെ വിശുദ്ധീകരിക്കുവാനും ചുമതലയുണ്ട്. ഇതിന് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസേപ്പും നമുക്ക് മാതൃക കാണിച്ചു തരുന്നു. മക്കളുടെ സ്വഭാവ രൂപീകരണം, കത്തോലിക്ക വിദ്യാഭ്യാസം, മതപഠനം മുതലായ കാര്യങ്ങളിൽ മാതാപിതാക്കന്മാർ ശ്രദ്ധ പതിക്കണം. അന്ത്യവിധിയിൽ സന്താനങ്ങളുടെ ആത്മരക്ഷയെ സംബന്ധിച്ച് മാതാപിതാക്കന്മാർ ക്രിസ്തുവിന്റെ പക്കൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. കുടുംബങ്ങളെ ക്രൈസ്തവമാക്കി തീർക്കുകയാണ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവൃത്തി. കുടുംബത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ സുസ്ഥിതിയിൽ നാം സദാ ശ്രദ്ധാലുക്കളായിരിക്കണം. പരസ്പര സ്നേഹമുള്ള കുടുംബം സ്വർഗത്തിന്റെ മുന്നോടിയാണ്. സ്നേഹമില്ലാത്ത കുടുംബം നരകത്തിന്റെ പ്രതിബിംബമായിരിക്കും. സംഭവം: ഒരിക്കൽ നിരപരാധിയായ ഒരു യുവാവ് ഭയങ്കരമായ അപകീർത്തിക്ക് പാത്രമായി. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി അയാളെ വഞ്ചിച്ചു. അസാൻമാർഗികമായ കാര്യങ്ങൾക്ക് അവൾ ആ യുവാവിൽ കുറ്റം ആരോപിച്ചു. സമുദായ മധ്യത്തിൽ അപമാനിതനായ താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന വിചാരത്തോടെ അയാൾ ആത്മഹത്യയ്ക്കായി സ്വന്തം മുറിയിൽ പ്രവേശിച്ചു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയായിരുന്നെങ്കിലും പതിവ് പോലെ നന്മരണ മധ്യസ്ഥനായ മാർ ഔസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന അയാൾ മുടക്കിയില്ല. അതിനുശേഷം വിഷദ്രാവകം നിറച്ച കുപ്പി ചുണ്ടോടടുപ്പിച്ചു. മരണത്തിന് നിമിഷങ്ങൾ പോലും ബാക്കിയില്ല. വാതിലിൽ ശക്തിയായ മുട്ട് കേൾക്കുന്നു. കുറ്റിയിട്ട മുറിയുടെ വാതിൽ യുവാവ് തുറന്നു. വളരെ വർഷങ്ങൾ രോഗിണിയായി കിടപ്പിലായിരുന്ന അയാളുടെ വല്യമ്മ വന്നു നിൽക്കുന്നു. അവൾ പറഞ്ഞു, "കുഞ്ഞെ, നീ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നല്ലേ?" "അതേ വല്യമ്മേ," അയാൾ കരഞ്ഞുകൊണ്ട് പ്രതിവചിച്ചു. "നീ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. ഈ മഹാപാതകം നീ ചെയ്യരുത്. മാർ ഔസേപ്പിതാവിനെ ഓർത്ത് എല്ലാം ശാന്തമായി നീ സഹിക്കുക. നിന്നേക്കാൾ വലിയ അപകീർത്തിക്ക് പാത്രമായിട്ടും ഔസേപ്പിതാവ് സന്തോഷപൂർവ്വം എല്ലാം സഹിച്ചല്ലോ. 6 വർഷമായി കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന എനിക്ക് ശക്തി തന്നത് വിശുദ്ധ ഔസേപ്പല്ലാതെ മറ്റാരുമല്ല. കുഞ്ഞെ, നീ ഒളിച്ചു വെച്ചിട്ടുള്ള വിഷക്കുപ്പി ഇങ്ങു തരൂ" എന്ന് പറഞ്ഞ് വിഷം നിറച്ചിരുന്ന ആ കുപ്പി വാങ്ങി വൃദ്ധയായ സ്ത്രീ ജനാലയിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. യുവാവ് ചെയ്യാത്ത തെറ്റ് ആരോപിച്ച് അപമാനിച്ച ദുഷ്ടസ്ത്രീ പിറ്റേ ദിവസം പരസ്യമായി തന്റെ തെറ്റ് അറിയിച്ച് അയാളോട് മാപ്പ് പറഞ്ഞു. ജപം: തിരുക്കുടുംബനാഥനായ വിശുദ്ധ ഔസേപ്പേ, അങ്ങ് ഒരു മാതൃകാ കുടുംബനാഥനായിരുന്നു കൊണ്ട് തിരുക്കുടുംബത്തെ നയിച്ചിരുന്നല്ലോ.
വത്സല പിതാവേ, കുടുംബനാഥന്മാരും നാഥമാരും തങ്ങളുടെ ചുമതല വേണ്ട വിധത്തിൽ ഗ്രഹിച്ച് കുടുംബജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ പ്രതീകങ്ങളായി തീരട്ടെ. കുടുംബങ്ങളിൽ ക്രിസ്തീയമായ അന്തരീക്ഷവും സ്നേഹവും സമാധാനവും പരസ്പര സഹകരണവും നിലനിർത്തണമേ. കുടുംബജീവിതത്തിന്റെ ഭദ്രതയും പാവനതയും നശിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കാനുള്ള അനുഗ്രഹം വത്സല പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ ഔസേ പിതാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാര, ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ.